മുസ്ലിം ലീഗ് നേതാക്കൾ ഉൾപ്പെട്ട ജില്ലാ പഞ്ചായത്തിലെ നിക്ഷേപ തട്ടിപ്പിൽ സമഗ്രാന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടണമെന്ന് സിപിഐഎം നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ലീഗ് നേതാക്കളുടെ ഒത്താശയിൽ കോടികളുടെ തട്ടിപ്പാണ് ജില്ലാ പഞ്ചായത്തിൽ നടക്കുന്നതെന്ന് അവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മക്കരപ്പറമ്പ് ഡിവിഷൻ അംഗവുമായ ടി.പി. ഹാരിസിന്റെ നേതൃത്വത്തിൽ മാത്രം 25 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി കേസിൽ രണ്ടാം പ്രതിയാണെന്നത് വിഷയത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു. സംഭവത്തെ ടി.പി. ഹാരിസിലേക്ക് മാത്രം ചുരുക്കി കേസ് ഒതുക്കാനാകില്ല. ജില്ലാ പഞ്ചായത്ത് നേതൃത്വമാകെ ആരോപണ വിധേയരായ വിഷയത്തിൽ ലീഗ് നേതൃത്വം മൌനം വെടിയണം. ജില്ലാ പഞ്ചായത്തിന്റെ പ്രവൃത്തികളുടെ കരാറുകളെല്ലാം ലീഗ് നേതാക്കളുടെ ബിനാമികൾക്കാണ് ലഭിക്കുന്നതെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിയാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. അക്രഡിറ്റഡ് ഏജൻസികൾക്ക് കരാർ നൽകുന്നതിന് പിന്നിലെ അഴിമതി ജില്ലാ പഞ്ചായത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ നിരവധി തവണ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ നോക്കുകുത്തിയാക്കിയാണ് ഈ കരാർ കൊള്ള. സർക്കാരിന് കോടികൾ നഷ്ടമുണ്ടാകുമ്പോൾ ലീഗ് നേതാക്കളുടെ കീശ വീർപ്പിക്കുന്ന ഇടപാടാണ് നടക്കുന്നത്. ആരോഗ്യവകുപ്പിൽ നിന്നും അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് തസ്തികയിൽ വിരമിച്ച ഉദ്യോഗസ്ഥനാണ് അക്രഡിറ്റഡ് ഏജൻസികളുടെ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ പദ്ധതി പാസ്സാകുമ്പോൾ തന്നെ കരാർ ആർക്കാണെന്ന് ഉറപ്പിക്കും. പ്രവൃത്തി നടത്താനാവശ്യമായ തുക കണ്ടെത്താൻ ലീഗ് അനുഭാവികളെ സമീപിക്കും. ബിസിനസ്സുകാർ മുതൽ സാധാരണക്കാർ വരെ തട്ടിപ്പിൽ വീണിട്ടുണ്ട്. പ്രവൃത്തിയുടെ ലാഭത്തിന്റെ 50% നിക്ഷേപകർക്ക് വാഗ്ദാനം. ബാക്കി 50% ലീഗ് നേതാക്കളും ഇടനിലക്കാരും ഉൾപ്പെട്ട സംഘം കൈക്കലാക്കും. ഇടപാടുകളെല്ലാം ജില്ലാ പഞ്ചായത്ത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് നടന്നതെന്നാണ് തട്ടിപ്പിനിരയായവർ പറയുന്നത്. ഇത് ഗൌരവതരമാണ്. നിക്ഷേപം നൽകിയവരെല്ലാം ലീഗ് അനുഭാവികളും പ്രവർത്തകരുമാണ്. ലീഗ് നേതൃത്വത്തെ വിശ്വസിച്ചാണ് പലരും പണം മുടക്കിയത്. പരാതി പിൻവലിപ്പിക്കാൻ ലീഗ് നേതാക്കൾ ഇടപെടുന്നതായാണ് വിവരം. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യിക്കുമെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ ഭീഷണി. തട്ടിപ്പിന്റെ കേന്ദ്രമായിട്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രവർത്തിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുസ്ലിം ലീഗിലെ ഇപ്പൊ ചെറിയ ടി.പി. ഹാരിസ് എന്ന് പറയുന്ന ഒരാളെ പിടിച്ച് മുസ്ലിം ലീഗിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. മറ്റാളുകളിലേക്ക് ഇത് പോകാതിരിക്കാനുള്ള ഒരു ഭഗീരഥ പ്രയത്നമാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഇതിൽ നടത്തുന്നത്. ലീഗിലെ എല്ലാ വിഭാഗം നേതാക്കൾക്കും പങ്കുള്ള ഒരു തട്ടിപ്പാണ്. മുസ്ലിം ലീഗ് നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു ഭീകരമായ തട്ടിപ്പിന്റെ കഥയാണ് ചുരുളഴിയുന്നത്. അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട അധികാരികളുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഇക്കാര്യം സമഗ്ര അന്വേഷണം നടത്തുന്നു. ഇവിടെയുള്ള ഒരു പ്രത്യേകത, എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ 1-ാം പ്രതി ടി.പി. ഹാരിസും 2-ാം പ്രതി ജില്ലാ പഞ്ചായത്തിന്റെ സെക്രട്ടറിയാണ്. അത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. ഈ തട്ടിപ്പിനൊക്കെ സാക്ഷ്യം വഹിക്കാനും നേതൃത്വം കൊടുക്കാനും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പ്രമുഖർ കൂട്ടുനിന്നു എന്നാണ് നമ്മൾ അതൊന്ന് മനസ്സിലാക്കേണ്ടത്. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇക്കാര്യം ഗവൺമെന്റിന്റെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. വളരെ അടിയന്തിരമായിട്ട് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുകയും നടപടി സ്വീകരിക്കണമെന്നും ഗവൺമെന്റിനോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ അന്വേഷണം പത്രസമ്മേളനത്തിലൂടെ വീണ്ടും ഗവൺമെന്റിനോട് പറയാൻ പോകുന്നത് അത് തന്നെയാണ്. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, മൂത്തേടത്ത് ഇസ്മായിൽ മൂത്തേടം എന്ന് പറയുന്ന ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റാണ് തോന്നുന്നത്. അത് നടത്തിയിട്ടുള്ള ഒരു റബ്ബർ കമ്പനി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നടന്ന തട്ടിപ്പ് കോടിക്കണക്കിന് രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട് തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ള ഒരു എന്താ പറയുക കടലാസ് സംഘങ്ങൾ ഉണ്ടാക്കി ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് വെട്ടിപ്പ് നടത്തുക. ഇപ്പോ പശ്ചാത്തല മേഖലയിൽ നടക്കുന്ന പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പിൽ നിന്ന് റിട്ടയറായ ഉദ്യോഗസ്ഥൻ, ആ റിട്ടയറായ ഉദ്യോഗസ്ഥനാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. ആ അക്രഡിറ്റഡ് ഏജൻസികൾക്ക് ഫണ്ട് കൈമാറി അതിലൂടെ തട്ടിപ്പ് നടത്തുന്ന ഒരു സ്ഥിതിവിശേഷം. മുമ്പ് അക്രഡിറ്റഡ് ഏജൻസികളുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട്, ആ ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് വളരെ വിശദമായ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അന്ന് ഇതിന്റെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് അധികൃതരുടെയും ഒക്കെ ശ്രദ്ധയപ്പെടുത്തിയാണ്. പക്ഷെ അവർ മാറ്റം ഉണ്ടായിട്ടില്ല. ഭീകരമായ തീവെട്ടിക്കൊള്ളയാണ്. പല ആളുകളും നമ്മളോട് അറിയുന്ന ആളുകൾ തന്നെ പറയുന്നത് 5 കോടി രൂപയുടെ ഒരു വർക്ക് നടത്തിയാൽ 5 കോടി രൂപയുടെ വർക്ക് ഉണ്ടെങ്കിൽ 3 കോടിയും തെറ്റായ വഴിയിലാണ് പോണത്. 2 കോടിന്റെ വർക്ക് മാത്രമേ നടത്തുന്നത്. അപ്പൊ അതിന്റെ 50%, ഈ വെട്ടിപ്പ് നടത്തുന്നതിന്റെ 50% അവിടെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് 9% മറ്റു രീതിയിലും വീതം വെച്ച് മുമ്പോട്ട് ചെയ്യും. ഇരകൾക്കൊപ്പം നിൽക്കേണ്ട പാർട്ടി നേതൃത്വം വേട്ടക്കാർക്ക് വേണ്ടി അണിനിരക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നതെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ജയൻ പറഞ്ഞു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബി മുഹമ്മദ് റസാഖും പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.